നിസ്കരിക്കാൻ വലിയ മടിയാണ്, എത്ര നിർബന്ധിച്ചാലും നിസ്കരിക്കൂല എന്ന് കുട്ടികളെ സംബന്ധിച്ച് പലപ്പോഴും കംപ്ലൈന്റ് പറയാറുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തു ത്വാഹയിൽ നമ്മൾ പഠിപ്പിക്കുന്നത് വഅ്മുർ അഹ്ലക ബിസ്സലാത്ത് വസ്തബിർ അലൈഹ, നിങ്ങൾ ഭാര്യസന്താനങ്ങളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം, നിങ്ങൾ അത് കൃത്യമായി മുറക്ക് നിർവഹിക്കുകയും വേണം. ഈ ആയത്ത് അവതരിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും സുബഹിക്ക് ഫാത്തിമയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് അസ്വല അസ്വല എന്ന് പറഞ്ഞ് നിസ്കാരത്തിലേക്ക് വിളിച്ചുണർത്താറുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്താഴ സമയത്ത് തൻ്റെ കുടുംബങ്ങളെ വിളിച്ചുണർത്തുന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹുവെ എന്നെയും എൻ്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൂറത്ത് ഇബ്രാഹിമിൽ 40-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ കഴിയും. നിരന്തരമായി നിസ്കരിക്കുകയും ആ നിസ്കാരം കൊണ്ട് അവരോട് കൽപ്പിക്കുകയും എന്നാൽ അത് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. മുറു സ്വബിയ ബിസ്സലാത്തി ഇദാ ബലഅ 7 സിനീൻ വഇദാ ബലഅ 10 സിനീൻ ഫദ്രിബൂഹു അലൈഹ. 7 വയസ്സായാൽ അവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നും എന്നാൽ 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നെങ്കിൽ അടിക്കുകയും വേണമെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഓരോ ദിവസവും 5 തവണ കൽപ്പിക്കുമ്പോൾ ഏകദേശം 3 വർഷം 5300-ലധികം തവണ കൽപ്പിച്ചതിന് ശേഷമേ അടിക്കാൻ വേണ്ടി ശറഅ നമ്മോട് പറയുന്നുള്ളൂ. അപ്പോൾ അവരോടുള്ള ഉപദേശം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയും. റബ്ബിനോടുള്ള പ്രാർത്ഥനയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.